കാര്യങ്ങളും വരുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വകുപ്പ് പുറത്തുവിട്ട രേഖകൾ തന്നെ തെളിവാണ്. ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മിൻസ് കൂടി പുറത്തുവിട്ടത്. ജൂൺ 25 ചേർന്ന മിൻസ് യോഗത്തിൽ വളരെ കൃത്യമായും പറയുന്നുണ്ട്, പൊതുമരാമത്ത് വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ്, പൂർണ്ണമായ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന്. എന്നാൽ PK ബഷീർ പറഞ്ഞത് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളൊന്നും അറിയില്ല എന്നാണ്. PK ബഷീറിന്റെ വാക്കുകൾ കേൾക്കാം. കൊങ്കണ നമുക്ക് കൺട്രോൾ ചെയ്ത് നമ്മൾ PWD എല്ലാ വർക്ക് നടത്തുന്നത് ഇതൊക്കെ നിർമ്മാണ ഏജൻസിയാണല്ലോ. ആര് കൊങ്കണാണ്. നമുക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് ഒന്നും യാതൊരു മേൽനോട്ടം കൺട്രോൾ ചെയ്തില്ല. നമുക്കൊരു മേൽനോട്ടം കൺട്രോളില്ല. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. PWD ഒരു നോക്കുകുത്തിയായിരുന്നു. PWDക്ക് അതിൽ യാതൊരു പാർട്ടും അതിന് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ നമ്മളല്ല, PWD അല്ല, കൊങ്കൺ റെയിൽവേനെ കിഫ്ബി SPV ആക്കിയതാണ്. ഇതിൻ്റെ വർക്ക് അറേഞ്ച്മെൻറ്റ് കൊങ്കണാണ്. എല്ലാ മേൽനോട്ടവും കൊങ്കണാണ്. അല്ല നമ്മളല്ല. PWDയുടെ മേൽനോട്ട് ചാരണ്ട, നമ്മളല്ല. നിങ്ങൾ കുത്തി ചോദിക്കുന്നത് ഇപ്പോൾ അതാണല്ലോ, അല്ല. ഇനി നമുക്ക് കഴിഞ്ഞ മാസം 25 ചേർന്ന യോഗത്തിൻ്റെ മിനിറ്റ്സുണ്ട്. മിനിറ്റ്സിൻ്റെ 3-ാം പേജിൽ 12ാമത്തെ ഇനമായി പറയുന്നത് ഇങ്ങനെയാണ്: നിലവിൽ പദ്ധതി പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പ് കോഴിക്കോട് ഡിവിഷനാണ് മേൽനോട്ടം വഹിക്കുന്നത്. നിലവിൽ പദ്ധതി പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പ് കോഴിക്കോട് ഡിവിഷനാണ് മേൽനോട്ടം വഹിക്കുന്നത്. വയനാട് ജില്ലയിലെ മേപ്പാടി ഭാഗത്ത് നിലവിൽ നിരന്തരം പദ്ധതി മോണിറ്റർ ചെയ്യാനും ജില്ലാ തദ്ദേശ ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും വേണ്ടി പൊതുമരാമത്ത് കൽപ്പറ്റ റോഡ് സബ് ഡിവിഷനെ ചുമതലപ്പെടുത്താൻ വേണ്ട നടപടി കൈക്കൊള്ളാനും തീരുമാനിച്ചു. യോഗ തീരുമാനമാണ്. 25-ാം തീയതി, ജൂൺ 25-ാം തീയതി UDF സർക്കാർ ഭരിക്കുന്നു. പൊതുമരാമത്ത് വകുപ്പിൻ്റെ ചുമതല PK ബഷീറിനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചേർന്ന യോഗമാണ്. ജില്ലാ കലക്ടർമാരും അതോടൊപ്പം തന്നെ നിർമ്മാണ കമ്പനിയുടെ കരാറുകാരുടെ ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്ത യോഗം. യോഗത്തിൽ പങ്കെടുത്തത് അദീല അബ്ദുള്ള IAS പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, വിനോദ് VR IAS പൊതുമരാമത്ത് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, അൻസാർ M പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയർ എന്ന് തുടങ്ങി രാജ്കുമാർ റാണ പ്രോജക്ട് മാനേജർ, ദിലീപ് ബിൽക്കോൺ, രാഹുൽ ചൗധരി ഡെപ്യൂട്ടി പ്രോജക്ട് മാനേജർ, പുനിയ കൺസ്ട്രക്ഷൻ കമ്പനി എന്നിങ്ങനെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും കരാറുകാരും ഒന്നിച്ചിരുന്ന യോഗം. ആ യോഗത്തിൻ്റെ മിനിറ്റ്സിലാണ് പറയുന്നത്, 12ാമത്തെ ഇനമായി പറയുന്നത്. നേരത്തെ വായിച്ചല്ലോ, നിലവിൽ പദ്ധതി പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പ് കോഴിക്കോട് ഡിവിഷനാണ് മേൽനോട്ടം വഹിക്കുന്നത് എന്ന്. എന്നാൽ മന്ത്രി പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല, PWDയെ നോക്കുകുത്തിയാക്കി എന്നൊക്കെയാണ് പറഞ്ഞത് PK ബഷീർ. അങ്ങനെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ PWDക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ തടിയൂരി കൈകഴുകാനാണ് ശ്രമിക്കുന്നത് PWD. സമാനമായ അഭിപ്രായം തന്നെയാണ് മുഖ്യമന്ത്രിയും പറയുന്നത്. മുഖ്യമന്ത്രി ഇത്ര പച്ചക്ക് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് വളച്ചു കെട്ടി പറഞ്ഞു എന്ന് മാത്രം. എന്നാൽ PK ബഷീർ പറയുന്നത് PWDക്ക് യാതൊരു ബന്ധവുമില്ല എന്ന്, അത് പച്ചക്കള്ളമാണ് എന്ന്. PWDയാണ് ഈ യോഗത്തിൻ്റെ മിനിറ്റ്സ് പുറത്തുവിട്ടത്. എന്തിനാണ് യോഗത്തിൻ്റെ മിനിറ്റ്സ് പുറത്തുവിട്ടത്? മണ്ണ് നീക്കാൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു കരാർ കമ്പനിയോട്. പക്ഷേ കരാർ കമ്പനി അത് നടപ്പാക്കിയില്ല, നിർദ്ദേശം പാലിച്ചില്ല എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മിനിറ്റ്സ് 25/6 ചേർന്ന ഈ മിനിറ്റ്സ് പുറത്തുവിട്ടത്. അതിൽ തന്നെയാണ് പറയുന്നത് കോഴിക്കോട് ഡിവിഷൻ PWDക്കാണ് പൂർണ്ണ മേൽനോട്ട ചുമതല എന്ന്. എന്നിട്ട് മന്ത്രി പറയുന്നു ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളെ നോക്കുകുത്തിയാക്കി എന്ന്. ഒന്നുകിൽ മന്ത്രി കാര്യം പഠിച്ചിട്ടില്ല, ഉദ്യോഗസ്ഥർ ഒന്ന് മന്ത്രിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും മന്ത്രി പച്ചക്കള്ളം പറയുന്നു എന്ന്. അതാണോ, ആദ്യം പറഞ്ഞതാണോ മന്ത്രിയുടെ മനസ്സിൽ നടന്നത് എന്നത് അറിയേണ്ടതുണ്ട്. മന്ത്രി തന്നെ വിശദീകരിക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പ്, PWDയാണ് മേൽനോട്ടം വഹിക്കുന്നത് എന്ന് ഇന്നല്ല നേരത്തെ വ്യക്തമാക്കിയതാണ്. അവിടെ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അവരെയെല്ലാം പിൻവലിച്ചു. ഇവിടെ നിന്ന് മാത്രമല്ല, വയനാട് ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിനായി വീട് നിർമ്മിക്കുന്ന സൈറ്റിൽ നിന്നും ഉദ്യോഗസ്ഥരെ പിൻവലിച്ചിരുന്നു.
പിന്നീട് വിവാദമായപ്പോൾ 3 ഉദ്യോഗസ്ഥരെ പിൻവലിച്ചു, 2 ഉദ്യോഗസ്ഥരെ വിട്ടു നൽകി. ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ ആരൊക്കെയാണ് പിൻവലിച്ചത്, ആരൊക്കെ വീണ്ടും അവിടെ നിയമിച്ചോ എന്നതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. എന്ന് വെച്ചാൽ പൂർണ്ണമായും അലംഭാവമാണ് PWDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. യോഗം ചേർന്നു, മിൻസ് തയ്യാറാക്കി, ഉത്തരവിറക്കി, പക്ഷെ ഒന്നും നടപ്പായില്ല. നടപ്പാക്കേണ്ട ചുമതല ആർക്കാണ്? പൊതുമരാമത്ത് വകുപ്പിനുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് എന്ന് വെച്ചാൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കുണ്ട്, എന്ന് വെച്ചാൽ സർക്കാരിനുണ്ട്. അവിടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി പച്ചക്കള്ളം പറയുകയാണ് ചെയ്യുന്നത് ഓരോ മന്ത്രിമാരും.